സംസ്ഥാനത്ത് വിലക്കയറ്റം അത് ഇന്ധനത്തിൻ്റെയും ആവശ്യ സാധനങ്ങളുടെയും സ്വർണത്തിൻ്റെയും മറ്റും കാര്യത്തിൽ മാത്രമല്ല, കൈക്കൂലിയുടെ വലിപ്പത്തിലും വൻ കുതിച്ചുചാട്ടമാണ് കാണുന്നത്. പണ്ടൊക്കെ അഴിമതി തുകകൾ ആയിരങ്ങളിൽ ഒതുങ്ങുമായിരുന്നുവെങ്കിൽ, 500-ലും 1000-ലും ഒതുങ്ങുമായിരുന്നുവെങ്കിൽ, ഇപ്പോഴത് ലക്ഷങ്ങളും കോടികളുമായി മാറി. ലക്ഷങ്ങളുടെ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ ആ പണത്തിൻ്റെ ഒരു പങ്ക് മുകളിലേക്കും കൊടുക്കുന്ന പതിവുകളും ഇവിടെ നടക്കുന്നുണ്ട്. അതിനാൽ പരാതികൾ വന്നാലും നോക്കാനും ഒതുക്കാനും മുകളിൽ പിടിയുണ്ടെങ്കിൽ നിർഭയം മറവില്ലാതെ പലരും കൈക്കൂലി കച്ചവടം നടത്തും. അങ്ങനെയാണ് ഇവിടെ നടക്കുന്ന കൈക്കൂലികളും ആ കച്ചവടങ്ങളും പൊടി പൊടിക്കുന്നത്. ഇവരൊക്കെ വാങ്ങുന്ന കൈക്കൂലി ആ ഇടപാടുകാർ ആദ്യം അവരുടെ പോക്കറ്റിൽ നിന്ന് നൽകുമെങ്കിലും ആ പണത്തിൻ്റെ ഭാരം കൂടി ഒടുവിൽ ജനത്തിൻ്റെ തലയിലാണ് വന്ന് വീഴുന്നത്. ഒറ്റ ഉദാഹരണം പറയാം. കോറി നടത്തുന്നതിന് മാസപ്പടിയായും മറ്റ് ലക്ഷങ്ങൾ നൽകേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും പാറയുടെ വില കൂടും. അല്ലാതെ അവരുടെ മുതലാളിമാരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കില്ല. സർക്കാർ എവിടെയൊക്കെ നിയമങ്ങൾ കർക്കശമാക്കിയിട്ടുണ്ടോ അവിടെ നിന്നാണ് ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങുന്നത്. സംശയമുണ്ടെങ്കിൽ പരിശോധിച്ച് നോക്ക്. ഏറ്റവും ഒടുവിൽ കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ തഹസീൽദാരും സംഘവും കോറിക്കാരിൽ നിന്നും ആവശ്യപ്പെട്ട ആദ്യ തുക 10 ലക്ഷം രൂപയാണ്. ഇതുകൂടാതെ കോറി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പ്രതിമാസം 2 ലക്ഷം രൂപ വീതം മാസപ്പടി നൽകണമെന്നും ആവശ്യപ്പെട്ടു. തിരൂരിൽ കോറികളിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്ന ഏജന്റിനെ കേസിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനായി വാളാഞ്ചേരി സ്റ്റേഷനിലെ SIയും SHOയും കൂടി ചോദിച്ചു വാങ്ങിയത് 22 ലക്ഷം രൂപയാണ്. 1-2 22 ലക്ഷം രൂപ. ഏതെങ്കിലും ഒരാൾ ഗതികെട്ട് പരാതി നൽകുമ്പോൾ മാത്രമാണ് അഴിമതി തടയാൻ കാവലേൽപ്പിച്ചിരിക്കുന്ന ഏമാന്മാർ ഉണരുന്നത് പോലും. കൊട്ടാരക്കരയിൽ കേസിൽ കിടക്കുന്ന കോറി വാങ്ങുന്നതിന് സഹായം നൽകാൻ 10 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട തഹസീൽദാർ MK അജികുമാറിനെയും ഡെപ്യൂട്ടി തഹസീൽദാർ V അനിൽകുമാറിനെയും ഡ്രൈവർ മനോജിനെയും സസ്പെൻഡ് ചെയ്തുവെങ്കിലും പരമാവധി 6 മാസമേ പുറത്തു നിർത്താനുള്ള അധികാരമുള്ളൂ. സർക്കാരിന് അതേ പറ്റൂ. അത് കഴിയുമ്പോൾ ഒന്നുകിൽ തിരിച്ചു കയറ്റണം, അല്ലെങ്കിൽ ശമ്പളം നൽകണം അവർക്ക്. കരാർ ജീവനക്കാരനായ മറ്റൊരു ഡ്രൈവർ മനോജിൻ്റെ സേവനം ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെ പിടികൂടിയത് വിജിലൻസ് അല്ല, മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘമാണ്. പോലീസാണെങ്കിൽ കുറച്ചുകൂടെ പേടിക്കും. കാരണം പോലീസിൻ്റെ കൈക്കൂലിയാണ് ഇന്ന് ഏറ്റവും വലുത്. അതുകൊണ്ട് അവരെ കൈക്കൂലി വാങ്ങി സംരക്ഷിക്കും. റവന്യൂ വകുപ്പ് അണ്ടർ സെക്രട്ടറിയാണ് ഏജന്റ് ചമഞ്ഞ് തഹസീൽദാരെ സമീപിച്ചത്. കൈക്കൂലി വാങ്ങുന്നവരിൽ ഭൂരിപക്ഷവും കക്ഷിയുമായി നേരിട്ട് പണത്തിൻ്റെ കാര്യമൊന്നും പറയാറില്ല. അതൊക്കെ ചെയ്യുന്നത് കരാർ ജീവനക്കാരായ ഡ്രൈവർമാരെ കൊണ്ടും മറ്റുമായിരിക്കും. ഇവിടെയും അതുതന്നെയാണ് നടന്നത്. ഇഷ്ടിക കമ്പനി നടത്തിപ്പിന് റവന്യൂ വകുപ്പിൻ്റെ പാസ് കിട്ടാൻ 1 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന കൊട്ടാരക്കര കുളക്കട ശ്രീനിലയത്തിൽ KJ രാധാകൃഷ്ണപിള്ളയുടെ പരാതി കിട്ടിയതാണ് തഹസീൽദാർക്കെതിരെ അന്വേഷണം തുടങ്ങാൻ കാരണം. അവിടെയാണ് ആ പരാതി കിട്ടിയപ്പോഴാണ് അയാളെ നോട്ടമിട്ടത്. എന്തായാലും ഏജന്റ് ചമഞ്ഞ് ഇവരെ പിടികൂടിയ റവന്യൂ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയും സംഘവും അഭിനന്ദനം അർഹിക്കുന്നു. അവർക്കൊരു ബിഗ് സല്യൂട്ട്. ഇങ്ങനെ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുന്നവരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത്. അവരെ നിർത്തി ജനത്തിൻ്റെ പൈസ കൊണ്ട് അവർക്ക് വീണ്ടും അവരെ തീറ്റിപ്പോറ്റുകയല്ല, ഖജനാവിൽ നിന്നും മാസം തോറും ശമ്പളത്തിൻ്റെ പകുതിയെങ്കിലും കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റി അവരെ സംരക്ഷിക്കുകയല്ല വേണ്ടത്. അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. എങ്കിലേ മറ്റുള്ളവർക്കൊരു പേടി വരൂ. അതുമാത്രമല്ല, ഇവിടെ സ്വത്തുക്കൾ കൂടി കണ്ടുകെട്ടണം. അങ്ങനെ വന്നാൽ ഈ അഴിമതി ആക്രാന്തത്തിന് കുറച്ചെങ്കിലും കണിഞ്ഞാണിടാൻ കഴിഞ്ഞേക്കും. അത് ചെയ്യണം. അതിന് ഇരട്ടച്ചങ്കൻ സർക്കാർ, അതായത് പിണറായി സർക്കാർ, അതിനുള്ള ആംബിയർ കാണിക്കണം.